ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കണക്ക് പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് രേണുസുതി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനിലെ മെമ്പർമാരോടാണ്. നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, പൂർണ്ണമായിട്ടും ഇരുന്ന് കാണുക. ഇതിനുശേഷം ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഒരു പ്ലേലിസ്റ്റും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്തെ വീഡിയോസ് ഒന്ന് കാണുക. നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള സകലമാന യൂട്യൂബേഴ്സിനെ കുറിച്ചും പറയുന്നത് രേണുസുതി സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ തുണി അടിക്കുന്നത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രേണുസുതിയെ കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് വീഡിയോ ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഭയമാണ് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചു കൂടുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കാണുക. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് അത് എല്ലാത്തിൻ്റെ ലിങ്ക് എടുത്ത് വെക്കുന്നതിനും ഭേദം ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസ് ഒന്നും രേണുസുതി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനിലെ ഒരു മെമ്പർമാരും കാണാറില്ല. എന്നിട്ടാണ് രേണുസുതിയുടെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ലീക്കായി വരുമ്പോൾ അതെടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അതിന് താഴെ വന്നിട്ട് ഈ കുരുക്കൾ പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഈ ചേച്ചിയാണ്, കാട്ടുചെമ്പകം. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇവർ സജീവമാണ്, യൂട്യൂബിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാനിതുവരെ ഇവരുടെ ചാനലൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിലേക്ക് വരുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഇവരുടെ ഉണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് ആളുകളുടെ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഈ ചേച്ചീനെ എടുക്കാം, പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തരും ഇതെടുക്കാം. സമയമുണ്ടല്ലോ, ഇത്തരത്തിൽ ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടന്റിന് ക്ഷാമമില്ല. ഇതൊക്കെ എന്തിന് ഞാൻ എടുത്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെപ്പോലുള്ള ഇപ്പം ജിനൂസ് ആണെങ്കിലും കഴിഞ്ഞ ഇടയ്ക്ക് സുജാത CK എന്ന് പറയുന്നൊരു തൈക്കിളവീനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എടുത്ത് വീഡിയോ ചെയ്തു, അതിലും ചെയ്തു. ഇതൊന്നും പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ രേണുസുതി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനെ കണ്ണിൽ പിടിക്കത്തില്ല. അവരുടെ കണ്ണിൽ എന്തോ തകരാറുണ്ട്, അതാണ് കാര്യം. അപ്പം ഈ ഒരു വ്യക്തി ആരാണ് എന്താണ് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ ഓർക്കും ഈ ഒരു കൃഷ്ണഭക്തനെ ഞാൻ എന്തിനെടുത്തോണ്ട് വന്നത്. അപ്പോൾ നമുക്ക് കൃഷ്ണഭക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എന്തെടുക്കുക എല്ലാവരും. ഞാൻ ഇന്ന് ലൈവ് വരാത്ത ഞാനൊരു യാത്രയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ വന്നോളൂ. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ആപ്പിൽ ലൈവ് വരും. സോ ആപ്പ് ലിങ്ക് കിട്ടാനായിട്ട് സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി. സ്റ്റോറിയിൽ എപ്പോഴും ആപ്പിൻ്റെ ലിങ്ക് കാണും. 11 മണിയുടെ ലൈവ് എല്ലാവരും എടുക്കുക. ഈ ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 2 പ്രൊഫൈലാണുള്ളത്. ഒരെണ്ണത്തിനകത്ത് 155K ഫോളോവേഴ്സ് ആണുള്ളത്. 3 പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. അത് മിക്കവാറും ഈ ചേച്ചിയുടെ തന്നെ അക്കൗണ്ട് ആയിരിക്കും, ഞാനത് നോക്കിയില്ല. എന്തായാലും അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവരെല്ലാം ഒരു പർട്ടിക്കുലർ ആപ്പിനകത്താണ് സ്ട്രീം ചെയ്യുന്നത്. അതുകൂടാതെ സബ്സ്ക്രിപ്ഷനകത്തും ഇതേക്കണക്കുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഇവർക്കൊക്കെ നിന്നാൽ മതി. എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൊണ്ടുവിടുന്നത്? ഈ കൊച്ചു കുട്ടികളെല്ലാം കാണുന്നത് ഇത് എല്ലാത്തിനോടും പറയുന്നത്. പക്ഷേ ഈ പണ്ടാരത്തിന് തലയ്ക്കകത്ത് ഇത് കയറത്തില്ല. ഇവിടുമാർക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കാണിക്കുക. പിന്നെ വേറൊന്നുണ്ട്, ലക്ഷ്മി ദീപ്ത. അവളാണ് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് കമ്പിപ്പടം പിടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അവളുടേതായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം നമുക്ക് അതും കൂടി ഒന്ന് എടുക്കാം. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്ത വീഡിയോസ് കാണാം. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. എന്നാലും ചേച്ചിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിന്ന് കാണാണ്ടിടയായി. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതാണ് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. കക്ഷം ഫാൻസിന് ആദ്യത്തെ ഫോട്ടോ, ഒരു ലവ് ഇമോജി. കാലിലെ ടാറ്റു ചോദിച്ചവർക്ക് സെക്കൻഡ് പിക്ക്. മുടി മുന്നിലേക്കിടാൻ പറഞ്ഞതായിരിക്കും, പക്ഷെ മുന്നിലേക്ക് ഇടാൻ അതെനിക്ക് മനസ്സിലായി. മലയാളം എഴുതാനും ഭയങ്കര അറിയില്ലെന്ന് തോന്നുന്നു. പറയുന്നവർക്ക് മൂന്നാമത്തത്. കയ്യിലെ ടാറ്റു ചോദിച്ചവർക്ക് ലാസ്റ്റ് പിക്ക്. ഇതാണ് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് കക്ഷവും ഇവിടവും മാത്രമാണ് ചേച്ചിയുടെ ആയുധം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചേച്ചി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു ഒളിയും മറയില്ലാതെ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്കാണ് വരുന്നത്. ഇത് പറഞ്ഞു മടുത്തു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ നാട്ടിലുള്ള സൈബർ സെല്ലിന് ഇതൊന്നും നോക്കാൻ സമയമില്ല. അവർ വേറെ എന്തൊക്കെയോ കൂലങ്കഷമായിട്ടുള്ള ചർച്ചയിലാണ്.
ഇനിയിപ്പോൾ ചന്ദ്രനിലോട്ട് വല്ലതും കേരള പോലീസിന്റെ റോക്കറ്റ് വിക്ഷേപണം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഞാൻ എടുക്കാറുണ്ട്. രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല ഞാൻ എൻ്റെ ചാനൽ എടുത്ത് ചെയ്യുന്നത്. ഇപ്പം ജിനൂസിന്റെ ചാനലിൽ പോയാലും അതുലിന്റെ ചാനലിൽ പോയാലും ഞങ്ങളെല്ലാവരും ഇത്തരം ടോപ്പിക്കുകൾ എടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങളാരും ഇത് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. ഒന്നെങ്കിൽ വേറൊരു ജിമെയിൽ വഴി ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം സബ് ചെയ്യും. അന്നേരം നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഈ മൈൻഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ ഫോണിനകത്തുള്ള അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നാലെ മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് മാത്രം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് കൂടുതൽ ഏറ്റവും അധികം റീച്ച് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്ക് രേണുസുതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത സാധനത്തിൽ കിട്ടിയിരിക്കുന്ന റീച്ചും അല്ലാതെ ഞാൻ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. സോറി, അത് ഞാൻ ഇങ്ങോട്ട് ഒരു സാധനം അയച്ചതാണ്. സന്ദീപ് മറികണ്ഠം ചാടി കട്ടക്കലിപ്പിൽ ലീഗ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് 34.5K വ്യൂസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഖർ സോപ്പിന്റെ പ്രൊമോഷനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ 29.5K. പിന്നെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ KC നയിക്കും തെളിവ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ അതിന് 19.9K. പിന്നെ രേണുവിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു 10K കടന്നത്, 15.2K. പിന്നെ ജസ്ന സലീമിന്റെ നില ഗുരുതരം, ജസ്ന ഒരു തട്ടിപ്പ് നടത്തില്ല ഈ ഇടയ്ക്ക്, 14.9K. രേണുവിന്റെ ഒരു വീഡിയോ, രേണുവിന്റെ അല്ല, അത് കിച്ചു കൊല്ലം സുധിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ അതിന് 9.0K. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 5 മുഖ്യമന്ത്രിമാരെ ആക്കിക്കൂടെ എന്ന് ചോദിച്ച് പരിഹസിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തത് 8K. കേരളത്തിൽ വീണ്ടും ഇലക്ഷൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തൊരു വീഡിയോക്ക് 8K. പിന്നെ രേണുവിനെതിരെ ആരാണ് പരാതി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ജിനൂസിന്റെ ചാനലിൽ വന്ന ഒരു വീഡിയോ എടുത്ത് വെച്ച് ഞാൻ ചെയ്തായിരുന്നു. അതിന് 6.3K. ജസ്നയെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോക്ക് 6.2K. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ എനിക്ക് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനും ലാഭം ഇത്തരത്തിലുള്ള സബ്ജക്റ്റ്, പ്രത്യേകിച്ച് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ ചെയ്താൽ തന്നെ എനിക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും കിട്ടും. പിന്നെ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കുന്നതിന് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളൊന്നും കൈകടത്താത്തത്. ആ ഒരു ലിമിറ്റേഷൻ തീരാണ്ട് എനിക്ക് 2 വരി ഒരു വെള്ള പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും. പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും താല്പര്യമുള്ള ഒരു വിഷയം പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ ആ ഇരിക്കുന്ന ചുമതല അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ചെയ്യുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഇത്ര ഞാൻ വെച്ചതിൻ്റെ കാര്യം അറിയില്ലോ, രേണുസുതിയുടെ മാത്രം കണ്ടന്റ് കൊണ്ട് മാത്രമല്ല എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അല്ലാതെ കണ്ടന്റുകൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട അറിയാം. പിന്നെ ഞാൻ ഇതിനകത്തൊരു ഉപേക്ഷ വിചാരിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ചാനലിനകത്ത് ഇങ്ങനെ എഴുതിയും പഴിഞ്ഞൊക്കെ വീഡിയോ കൂടുന്നതിൻ്റെ കാര്യം. ഞാൻ ഈ അടുത്താണ് എൻ്റെ ചാനലിനകത്ത് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ ശരി എന്നാൽ.